മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി. കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ്. കരിമ്പിൻ തോട്ടത്തിൽ കൃഷിജോലികൾക്കായി തൊഴിലാളികൾ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിൽ എത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്നും കർഷകർ പറയുന്നു. വ്യാജ ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സാറിന് 80 രൂപയ്ക്ക് 1 കിലോ ശർക്കര കൊടുക്കുന്നുണ്ട്. അവരെ അതേ സംഭവം തമിഴ്നാട്ടിൽ നിന്നും മറ്റേ കർണാടകയിൽ നിന്നും ശർക്കര കൊണ്ടുവന്നിട്ട് 45 രൂപ 50 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വില കുറഞ്ഞ സാധനം വേണം. സാധനം ഇത്രയും വേണം, വിലയും കുറവായിട്ട് കിടക്കണം, സാധനം ഒത്തിരി വേണം. അതുകൊണ്ട് അവർ കുറഞ്ഞ സാധനം വിലയ്ക്ക് മേടിക്കുകയുള്ളൂ, നല്ല സാധനം മേടിക്കത്തില്ല. പിന്നീട് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത്ര പൈസ അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് പോകും. ഇപ്പം തന്നെ നാട്ടുകാരെല്ലാം ഒന്ന് സൂചിപ്പിച്ചോളൂ, 10 രൂപ കൂട്ടി നല്ല സാധനം മേടിച്ച് കഴിക്കുക. നല്ല കൃഷിക്കാരൻ നന്നാകും, നിങ്ങളും നന്നായിട്ട് പോകത്തുള്ളൂ. വില കുറഞ്ഞിട്ട് നിങ്ങൾ വിഷം മേടിച്ച് കളിക്കണ്ട. അതാണ് നമ്മൾ പറയാനുള്ളത്. എല്ലാ കൃഷിക്കാർക്കും സപ്പോർട്ട് ചെയ്യുക, സഹായം ചെയ്യുക. കാലാവസ്ഥാ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി. കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത വേനലിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചിരുന്നു. ഇതിന് മതിയാംവിധമുള്ള നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. ഇപ്പം പണിക്കാർ കിട്ടാതും മറയൂർ ശർക്കര വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വ്യാജമായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഭയങ്കര വലിയ അത് നിർത്തുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ശർക്കരയ്ക്ക് 150 രൂപ നല്ല വിലയും കിട്ടും. കൃഷിക്കാർക്ക് 10 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പാഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരത്തുള്ളൂ. ഇപ്പോൾ വന്ന സ്വർണ്ണം മാലയൊക്കെ പണയം വെച്ച് കഴിഞ്ഞാൽ തിരിക്കാൻ അതുകൊണ്ട് പലിശ പോലും അടയ്ക്കുമ്പോൾ കിട്ടുന്നില്ല. അത് വന്യമൃഗങ്ങൾ ശല്യമുണ്ട്. അതിനൊക്കെയായിട്ട് അത് പോയാലും കുഴപ്പമില്ല. മറ്റേ വെള്ളം കിട്ടാതെ മഴയില്ലാതെ എല്ലാ കൃഷിയൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ സബ്സിഡി വന്നിട്ട് 1 ഏക്കറിന് 8000 തരുന്നുണ്ട്. ഇപ്പം അതും ഇല്ല. എല്ലാ കൃഷിക്കാരൊക്കെ കൃഷി ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു. നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം.